പത്തനംതിട്ട കോന്നി പയ്യനാമണിൽ ബുൾഡോസറിന്റെ മുകളിൽ മണ്ണും പാറയും വീണ് അപകടത്തിൽപ്പെട്ടവരിൽ ഒരാളുടെ മൃതദേഹം പുറത്തെടുത്തു. ബുൾഡോസറിന്റെ സഹായി മഹാദേവന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സികെ അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരം? ബുൾഡോസറിന്റെ സഹായിയെ പ്രവർത്തിച്ചു വന്ന ഒഡീഷ സ്വദേശി മഹാദേവന്റെ മൃതശരീരമാണ് ലഭ്യമായത്. അപകടം നടന്ന ഏറെക്കുറെ 3.5 മണിക്കൂറുകൾക്ക് ശേഷം വൈകുന്നേരം 6:20 കൂടിയാണ് മൃതശരീരം പുറത്തെടുക്കാനായത്. ആദ്യഘട്ടത്തിൽ തന്നെ ശരീരഭാഗങ്ങൾ പുറത്ത് കാണാമായിരുന്നു. പല ലെയറുകളായി തിരിച്ചിട്ടുള്ള ഈ പാറമടയുടെ രണ്ടാമത്തെ ലെയറിന് മുകളിൽ ആണ് ഈ മൃതശരീരം ഉണ്ടായിരുന്നത്. കാലിലും അരയ്ക്ക് താഴ്വശമുള്ള മറ്റേതാനും ഭാഗങ്ങൾ മാത്രമായിരുന്നു ദൃശ്യമായിട്ടുണ്ടായിരുന്നത്. യന്ത്രസഹായത്തോടുകൂടി വലിയ പാറക്കഷ്ണം നീക്കം ചെയ്ത ശേഷമാണ് ചതഞ്ഞ അരഞ്ഞ നിലയിലുണ്ടായിരുന്ന മൃതശരീര ഭാഗങ്ങൾ ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ സ്ട്രെച്ചറിൽ എത്തിക്കുകയും പിന്നീട് ആംബുലൻസിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഈ അപകടത്തിൽ കാണാതായിട്ടുള്ള മറ്റൊരാളുടെ, അതായത് അജയ് റായ് എന്ന ഒഡീഷ സ്വദേശിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് രാത്രിയിൽ ആരംഭിക്കുക. അതിന് അനുബന്ധമായ സൗകര്യങ്ങൾ, ഉപകരണങ്ങളടക്കം എത്തിച്ചിട്ടുണ്ട്. ചെറിയ ബുൾഡോസറുകളിൽ ഒന്നുകൂടി എത്തിച്ചിട്ടുണ്ട്. രാത്രിയിൽ വെളിച്ചം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ കൂടി ആയിട്ടുണ്ട്. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. NDRFന്റെ ഒരു സംഘം തിരുവല്ലയിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേരും. കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് NDRF ക്യാമ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുക. അവർ രാത്രിയിലും തുടരുന്ന ദൗത്യത്തിന്റെ ഭാഗമാകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ലഭ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാത്രി തന്നെ അജയ് റായിയുടെ ശരീരം കൂടി പുറത്ത് എത്തിക്കാൻ വേണ്ടിയുള്ള വെല്ലുവിളി എന്താണ്? കാരണം ഇപ്പോഴും ഈ പാറ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണോ? അപകടത്തിന് ശേഷം ഇവിടെ ഫയർഫോഴ്സ് സംഘാംഗങ്ങളും അതിനുശേഷം ഞങ്ങളും ഇവിടെ എത്തുന്ന സമയത്ത് പല തവണയായി 3 തവണ അടർന്ന വീണ പാറയുടെ ഭാഗങ്ങൾ, അവശേഷിച്ച ഭാഗങ്ങൾ ഈ സ്ഥലത്തേക്ക് വീണ സ്ഥിതി ഉണ്ടായി. അതുതന്നെയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളിയായി ഒന്ന് അവശേഷിക്കുന്നത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നുള്ളത് യന്ത്രസഹായത്തോടുകൂടി